രാവിലെ സപ്ലൈകോയുടെ CMD ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. എന്താണ് സർക്കുലർ? സപ്ലൈകോയിൽ എത്തി അവിടെയുള്ള ചിത്രങ്ങളോ വീഡിയോയോ ഒന്നും പകർത്തി പുറത്ത് വിടരുത്. അങ്ങനെ വിട്ടാൽ ആ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള ഒരു തീട്ടൂരം സപ്ലൈകോയുടെ CMD ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് ഒരു സർക്കുലർ മുഖേന ഇറക്കിയിരിക്കുകയാണ്. അത് ഒന്ന് കാണുന്നതിന് വേണ്ടി തന്നെയാണ് എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോയായ ഏറ്റവും വലിയ സപ്ലൈകോയായ ഈ ഗാന്ധിനഗർ സപ്ലൈകോയിൽ എത്തിയത്. ഇവിടെ തൊട്ടടുത്താണ് സപ്ലൈകോയുടെ ജില്ലാ കേന്ദ്രം. അതുകൊണ്ട് തന്നെയാണ്, അതറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വീഡിയോയും ഞങ്ങൾ ഷൂട്ട് ചെയ്യും, ഫോട്ടോയും ഞങ്ങൾ പിടിക്കും. അത് തടയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞു കാണിക്ക് എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ വന്നപ്പോ കാണുന്ന കാഴ്ച എന്താ? ജനങ്ങൾ കാലിക്കൂടുമായി തിരിച്ചിറങ്ങി പോകുന്നു. അവരോട് ചോദിച്ചു, ഇവിടെ സാധനങ്ങളുണ്ടോ? ഇവിടെ അവശ്യ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ പഞ്ചസാരയില്ല, ഇവിടെ കടലയില്ല, ഇവിടെ അരിയില്ല തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെയില്ല. സബ്സിഡി ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. ഇപ്പോ മന്ത്രി പറഞ്ഞത് ഈ വിലവർദ്ധനവ് സാധാരണക്കാരെ ബാധിക്കില്ല എന്നുള്ളതാണ്. സത്യമാണ്. കാരണം സാധാരണക്കാരെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സബ്സിഡി ഇനത്തിൽ ആ റാക്കിൽ ഈ സാധനങ്ങൾ എന്തെങ്കിലും വേണം. ഈ സാധനങ്ങൾ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്തില്ലേ? നിങ്ങൾ ഒന്നുകൂടി ഷൂട്ട് ചെയ്യണം. റാക്കുകളെല്ലാം വേക്കന്റ് ആയി കിടക്കുകയാണ്. ആ റാക്കുകളിൽ ഒരു സാധനവുമില്ല. ആകെയുള്ളത് പിയേഴ്സ് സോപ്പും കംഫർട്ടും അത് ഹാർപ്പിക്കുമാണുള്ളത്. ഹാർപ്പിക്ക് കുടിച്ച് സാധാരണക്കാരൻ വിശപ്പ് മാറ്റണം എന്നാണോ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, CMD ചില ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് ഇപ്പോൾ നടത്തുന്നത്. CMD ആയ ശ്രീറാം വെങ്കിട്ടരാമൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന KM ബഷീറിനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അന്ന് സർക്കാർ ഇടപെട്ട് CMDക്ക് ചില അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി. അപ്പോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നോണം കേരളത്തിലെ സപ്ലൈകോയുടെ CMD ആയ ശ്രീറാം വെങ്കിട്ടരാമൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെയും കൊട്ടേഷൻ ലീഡറെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ ഇയാൾ ആരാ? സപ്ലൈകോയിൽ വന്ന് ഫോട്ടോ എടുക്കരുത്, സപ്ലൈകോയിൽ വന്ന് വീഡിയോ എടുക്കരുത്, അവിടുത്തെ ഒഴിഞ്ഞ റാക്കുകൾ മാധ്യമങ്ങൾ കാണരുത്, അതുവഴി ജനങ്ങൾ അറിയരുത് എന്ന് പറയാൻ ഇയാൾ ആരാ? ഇയാൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആളാണ് ഈ CMD. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതിപ്പോ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പഴയ വിലയും പുതിയ വിലയുമാണ്. പൊതുവിപണിയിലെ വിലയും പുതിയ വിലയുമാണ്. ഈ വിലയുടെ ബോർഡുകൾ ഈ കേരളത്തിലെ മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുൻപിലും വെക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വെക്കുകയും ചെയ്യും. അത് തടയാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞങ്ങൾ ബോർഡും വെക്കും, ഞങ്ങൾ ആ ഫോട്ടോയും എടുക്കും, ആ ഒഴിഞ്ഞ റാക്കിന്റെ വീഡിയോയും എടുക്കും, ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. തടയാൻ പറ്റുന്ന ഏതെങ്കിലും സപ്ലൈകോയിലെ ഉന്നതനുണ്ടെങ്കിൽ കാണട്ടെ എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സാധാരണക്കാരൻ ദുരിതം അനുഭവിക്കുകയാണ്. വിലവർദ്ധനവിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ഇവിടെ കറണ്ട് ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യത്തിന്റെയും വില വർദ്ധിപ്പിച്ചു. സാധാരണക്കാരന്റെ വീട്ടുകരം കൂട്ടി, വീടിരിക്കുന്ന സ്ഥലത്തിന്റെ നികുതി കൂട്ടി, ഓട്ടോ കൂലി കൂട്ടി, ബസ് കൂലി കൂട്ടി, ടോൾ ടാക്സ് കൂട്ടി. ഇങ്ങനെ ഈ കേരളത്തിൽ ഏതൊക്കെ സാധനത്തിനാണോ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഏത് സാധനത്തിനാണോ വില കൂടാനുള്ളത് മുഴുവൻ വിലവർദ്ധനമാണ്. ഈ വിലവർദ്ധനവിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോ ഒരു തീട്ടൂരമിറക്കി നമ്മളെയൊക്കെ, ഞങ്ങളെയും നിങ്ങളെയും നിശബ്ദരാക്കാമെന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. യൂത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം ഒരു സൂചനാ സമര. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്കും ഈ സമരം നടത്താൻ പോവുകയാണ്. ഈ ബോർഡും വയ്ക്കും. സപ്ലൈകോയുടെ അകത്ത് കയറി ഏതൊക്കെ സാധനങ്ങൾ ഇല്ല എന്നുള്ളതും ഞങ്ങളിപ്പോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ തുടക്കം മാത്രമാണ്. എറണാകുളം ജില്ലയിലെ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സപ്ലൈകോ ഔട്ട്ലെറ്റ് ആണ് ഈ എറണാകുളത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റ്. ഈ ഔട്ട്ലെറ്റിലെ സ്ഥിതിയാണ് നിങ്ങൾ മേളിച്ചെന്ന് നോക്ക്. ഒഴിഞ്ഞ റാക്കുകളാണ്, കണ്ടോ? അപ്പൊ അതാ പൂട്ടിയിരിക്കുകയാണ്. സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഇല്ലാത്തത് കാരണം സപ്ലൈകോടെ സബ്സിഡി ഇനത്തിലായിട്ടുള്ള ആ റോഡ് പൂട്ടിയിരിക്കുകയാണ്, അങ്ങോട്ടുള്ള വഴി പൂട്ടിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ അവസ്ഥ.
സാധാരണക്കാരൻ ജീവിക്കുന്നതിനുള്ള വഴിയാണ് ഈ അടച്ചു വച്ചിരിക്കുന്നത്. സാധാരണക്കാരൻ അരി മേടിച്ച് സാധാരണക്കാരന് സബ്സിഡി ഇനത്തിൽ കടല കിട്ടി, പഞ്ചസാര കിട്ടി, അത് മേടിക്കുന്ന സ്ഥലമാണ് ഈ പൂട്ടിയിരിക്കുന്നത്. മുതലാളിമാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് ഈ തുറന്നു വെച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ മുതലാളിയായ പിണറായി വിജയൻ, ഇയാൾക്ക് ബിരിയാണി ചെമ്പിലും മറ്റുമൊക്കെയായി ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാരൻ നെഞ്ചത്തടിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ സമരം, എറണാകുളം യൂത്ത് കോൺഗ്രസിന്റെ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇത്രയും മാതൃകാപരമായ ഒരു സമരം സംഘടിപ്പിച്ച എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സിജോ അടക്കമുള്ളവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഉറക്കെ, ഇനിയും ഉച്ചത്തിൽ, ഇനിയും ശക്തിയായി ഈ സമരം തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.